ഗാസയിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവനകൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. ഈജിപ്തും ഖത്തറും മധ്യസ്ഥം വഹിച്ച് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ടെന്നാണ് നെതന്യാഹു അഭിപ്രായപ്പെട്ടത്. ഇത് വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേൽ കൂടുതൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന നൽകുന്നു. ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബാസൻ നസീം കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് ഈ പ്രസ്താവന പുറത്തു വന്നത്. കരാറിനോടുള്ള ഹമാസിന്റെ അനുകൂല നിലപാടിനെ ഒരു ദുർബലതയായി ചിത്രീകരിക്കുന്നതിലൂടെ ഇസ്രായേൽ ഈ സാഹചര്യത്തെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഗാസ സിറ്റിയിൽ തങ്ങളുടെ സൈനിക ദൗത്യങ്ങൾ പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെട്ട നെതന്യാഹു സൈന്യത്തിന്റെ പ്രയത്നങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇത് ഗാസയിലെ സൈനിക നടപടികൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറല്ലെന്നതിന്റെ വ്യക്തമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഗാസയിലെ സൈനിക നടപടികൾ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നത് വരെ തുടരുമെന്ന് ഇസ്രായേൽ സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇസ്രായേൽ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നെതന്യാഹു സ്ഥിരീകരിച്ചു. ഈ കരാറിലെ പ്രധാന വ്യവസ്ഥ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളിൽ പകുതിയോളം പേരെ മോചിപ്പിക്കുക എന്നതാണ്. ഇതിന് പകരമായി ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. കരാർ 2 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്ക് കൂടുതൽ എത്തിക്കും. തുടർന്ന് ഇസ്രായേൽ 200ഓളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുന്ന മുറയ്ക്ക് ഒരു സ്ഥിരമായ യുദ്ധവിരാമം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുമെന്നും കരാറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വ്യവസ്ഥകൾ നേരത്തെ US പ്രതിനിധി വിറ്റ്കോഫ് അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് സമാനമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ നെതന്യാഹുവിന്റെ നിലപാടുകൾ കരാറിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ ബന്ദികളുടെ കുടുംബങ്ങളും പൗരന്മാരും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ കയ്യിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് മേൽ അവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് നെതന്യാഹു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യവും ബന്ദികളെ സുരക്ഷിതമായി തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യവും തമ്മിൽ സർക്കാർ ആശയക്കുഴപ്പത്തിലാണെന്നും മന്ത്രിസഭയിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ആഭ്യന്തര സമ്മർദ്ദം നെതന്യാഹുവിനെ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിച്ചേക്കാം. ഗാസയിലെ മാനുഷിക ദുരന്തം ഭീകരമായ അവസ്ഥയിലാണ്. മനുഷ്യാവകാശ സംഘടനയായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിന്റെ കണക്കുകൾ പ്രകാരം 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 62,004 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളേക്കാൾ ഉയർന്നതാണിത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളിൽ 100 കണക്കിന് പലസ്തീൻകാരും കൊല്ലപ്പെട്ടു. ഗാസയിലെ ജനജീവിതം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ആശുപത്രികളും സ്കൂളുകളും തകർന്നു. ശുദ്ധജലവും ഭക്ഷണവും കിട്ടാനില്ല. 2.3 ദശലക്ഷം വരുന്ന ജനസംഖ്യയുടെ ഭൂരിഭാഗവും പലായനം ചെയ്യേണ്ടി വന്നു. ഇസ്രായേലിന്റെ ഉപരോധവും സൈനിക ആക്രമണങ്ങളും കാരണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ഈജിപ്തിൽ നിന്ന് റഫ അതിർത്തി വഴി മാത്രമാണ് സഹായങ്ങൾ എത്തുന്നത്. ഗാസയിലെ ആരോഗ്യ മേഖല പൂർണ്ണമായി തകർന്നു. മിക്ക ആശുപത്രികളും പ്രവർത്തനരഹിതമാണ്. അവശേഷിക്കുന്നവ കടുത്ത സമ്മർദ്ദത്തിലുമാണ്. ഗാസയിലെ ജനസംഖ്യയുടെ 85% പേരും കുടിയിറക്കപ്പെട്ടവരാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഗാസയിലെ പകുതിയിലധികം ജനങ്ങളും ഗുരുതരമായ ഭക്ഷ്യക്ഷാമം നേരിടുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആഗോളതലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. മേഖലയിലെ മറ്റു രാജ്യങ്ങളായ ലെബനൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകളും സംഘർഷത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ഭയം ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിനായുള്ള ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ശ്രമങ്ങൾ നിർണായകമാണ്. എന്നാൽ നെതന്യാഹുവിന്റെ പുതിയ പ്രതികരണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. കരാർ അംഗീകരിക്കാൻ ഹമാസിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നെതന്യാഹു. അതേസമയം ഹമാസിന്റെ പ്രധാന ആവശ്യം ഗാസയിൽ ഒരു സ്ഥിരമായ യുദ്ധവിരാമമാണ്. ഇത് ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നത് സംശയമാണ്. എങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത സമ്മർദ്ദവും ഇസ്രായേലിനകത്ത് തന്നെ ബന്ദികളുടെ വിഷയത്തിൽ നിലനിൽക്കുന്ന പ്രതിഷേധങ്ങളും നെതന്യാഹു സർക്കാരിനെ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിച്ചേക്കാം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അടിയന്തരമായി ഒരു വെടിനിർത്തൽ നടപ്പിലാക്കിയില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.